മല ചവിട്ടാൻ പോയവർക്ക് കുഴപ്പങ്ങളൊന്നുമില്ലാതെ തിരികെ എത്തണേ എന്ന് പ്രാർത്ഥിക്കാനായി നയന ഒരുങ്ങാനായി നിൽക്കുമായിരിക്കും. അങ്ങോട്ടേക്ക് അച്ഛൻ വരുന്നുണ്ട്. മോളെ, ക്ഷേത്രത്തിൽ പോകുമ്പോൾ സൂക്ഷിച്ചു വേണം നടക്കാൻ. സ്റ്റെപ്പുകളും വഴുക്കലും ഒക്കെ ഉള്ളതായിരിക്കും. അതുകൊണ്ട് പതിയെ നടക്കണം. സൂക്ഷിക്കണേ മോളെ. അച്ഛ, ഞാൻ സൂക്ഷിച്ചോളാം. അവിടെ ആദർശേട്ടൻ്റെ അമ്മ ഇപ്പോൾ പുറത്തൊക്കെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെയല്ലേ എനിക്കൊരു കുഴപ്പമില്ല. 1 മാസമൊക്കെ കഴിഞ്ഞില്ലേ ഞാനിങ്ങനെ റെസ്റ്റ് എടുക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ എന്തിനാ അച്ഛനിങ്ങനെ പേടിക്കുന്നേ? ഈ സമയത്ത് അങ്ങോട്ടേക്ക് കനകയും നന്ദുവും വരുന്നുണ്ട്. ആദർശ് മോൻ മല ചവിട്ടി തിരികെ വരുമ്പോൾ എന്തെങ്കിലും നല്ല അത്ഭുതങ്ങളൊക്കെ നടക്കുമെന്ന് തന്നെയാ മോൻ പറഞ്ഞത്. അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മേ. ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് എന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. ആ ഒരു ആഗ്രഹം മാത്രമേ അമ്മേ എനിക്കുള്ളൂ. അത് അമ്മയ്ക്ക് മാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചങ്ങോട്ട് പോകുന്നുള്ളൂ എന്നാ ഞാനിപ്പോൾ കരുതുന്നത്. അതുതന്നെയാ മോളെ എനിക്കും പറയാനുള്ളത്. ആദർശ് മോൻ്റെ അമ്മയുടെ മനസ്സ് മാറിയതിന് ശേഷം മോൾ അങ്ങോട്ട് തിരികെ പോയാൽ മതി. മോളിവിടെ നിൽക്കുന്നത് കൊണ്ട് അച്ഛനൊരു കുഴപ്പമില്ല. അതുതന്നെ മോളെ. 7-ാം മാസത്തിൽ നവ്യ മോളെ ഇങ്ങോട്ട് വരും. അപ്പോൾ പിന്നെ മോൾ ഇവിടെ നിൽക്ക്. നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കാം. എന്തിനാ എൻ്റെ മോൾ അവിടെ കിടന്നിങ്ങനെ കഷ്ടപ്പെടുന്നത്? അതുതന്നെ അമ്മേ എനിക്കിപ്പോൾ തോന്നുന്നേ. ഞാൻ നിങ്ങളുടെയൊക്കെ കൂടെ ഇവിടെ നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. മോള് ആദർശ് മോനെ വിളിച്ചിരുന്നോ? ആ അമ്മേ, ഞാൻ രാവിലെ വിളിച്ചു. അപ്പോൾ മല കയറാൻ നിൽക്കുകയാണെന്നാ പറഞ്ഞത്. എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞ് വിളിക്കണം. എല്ലാ പ്രാവശ്യവും മല കയറുന്ന പോലെയല്ല ഇപ്രാവശ്യം എന്നാ ആദർശേട്ടൻ പറഞ്ഞത്. അതെ മോളെ, എല്ലാ പ്രാവശ്യത്തെ പോലെയല്ല. ഇപ്രാവശ്യം മോൾക്ക് വേണ്ടിയും അമ്മയ്ക്ക് വേണ്ടിയും പിന്നെ മുത്തശ്ശന് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ളതല്ലേ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനാ ആദർശ് മോൻ മല കയറുന്നത്. അതിൻ്റെതായിട്ടുള്ള സങ്കടങ്ങളൊക്കെ മോൻ്റെ മനസ്സിലുണ്ടായിരിക്കും. മോൾ എന്നാ റെഡിയാവ്, നമുക്ക് അമ്പലത്തിലോട്ട് ഇറങ്ങാം. കനകെ, മോളെ നല്ലപോലെ നോക്കണേ. ആ ഗോവിന്ദേട്ടാ, ഞാൻ നോക്കിക്കോളാം എന്ന് കനക പറയുന്നുണ്ട്. പിന്നീടായിട്ട് നന്ദുവിൻ്റെ അടുത്ത് ഗോവിന്ദൻ പറയുന്നുണ്ട്, മോളോട് അച്ഛൻ ഒരു കാര്യം പറയട്ടെ. ഇനി ആ അനിയുമായിട്ട് ഒരു ബന്ധവും വേണ്ട. അച്ഛൻ എന്താ പറയുന്നേ? ഞാൻ അവനായിട്ട് എന്ത് ബന്ധമുണ്ടെന്ന് അച്ഛൻ പറയുന്നേ? ഞാൻ അവനെ വിളിക്കുന്നില്ല, കാണാൻ ശ്രമിക്കുന്നില്ല. പിന്നെ എന്തിനാ നിങ്ങളൊക്കെ എന്നെ ഇങ്ങനെ പറയുന്നേ? അത് അച്ഛൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഇനി അവൻ ഇങ്ങോട്ട് കാണാൻ വന്നാലും മോള് അവനെ അങ്ങ് മൈൻഡ് ചെയ്യണ്ട. എനിക്ക് തോന്നുന്നത് അവൻ്റെ മനസ്സിൽ ഇപ്പോഴും മോളുണ്ടെന്നാ. അത് വേണ്ട മോളെ. എത്രയും വേഗം മോളുടെ കല്യാണം നടത്തണം. അച്ഛാ, എനിക്ക് കല്യാണമൊന്നും വേണ്ട. അച്ഛനിപ്പോൾ 2 മക്കളെയും ഇവിടെ വന്ന് നിർത്താനാ പറയുന്നത്. അതുപോലെ ഞാനും കല്യാണം കഴിച്ച് ഇവിടെ വന്ന് നിൽക്കാനാണോ? വേണ്ട അച്ഛാ, എനിക്കിപ്പോൾ ഒരു കല്യാണം വേണ്ട എന്നും പറഞ്ഞ് നന്ദു പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നയന അമ്പലത്തിലെത്തി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതായിരിക്കും. മലയ്ക്ക് പോയവർക്ക് ഒരു കുഴപ്പമില്ലാതെ തിരികെ എത്തിക്കണേ ഭഗവാനെ. എൻ്റെ അമ്മായിമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യമൊക്കെ കുറയ്ക്കണേ എന്നൊക്കെ ആയിരിക്കും നയന പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ കനക നയനയോട് ചോദിക്കുന്നുണ്ട്, മോളെന്താ പ്രാർത്ഥിച്ചേ? ആദർശേട്ടൻ്റെ അമ്മയുടെ സ്വഭാവം മാറണേന്നമ്മേ ഞാൻ പ്രാർത്ഥിച്ചത്. എനിക്കതല്ലേ പ്രാർത്ഥിക്കാനുള്ളൂ എന്ന് നയന പറയുമ്പോൾ കനകയും പറയുന്നുണ്ട്, ഞാനും അത് തന്നെ മോളെ പ്രാർത്ഥിച്ചേ. എന്തായാലും ഒരു മാറ്റം ഉണ്ടാവും, അതെനിക്ക് ഉറപ്പാ എന്ന് കനക പറയുന്നു. അങ്ങനെ തിരുമേനി പ്രസാദുമായിട്ട് വരുന്നുണ്ട്. മോളെ ഈ വഴിക്കൊന്നും ഇപ്പോൾ കാണാറില്ലല്ലോ, എന്തു പറ്റി? കുറേ നാളായല്ലോ ഇങ്ങോട്ട് വന്നിട്ട്. അത് തിരുമേനി, മോൾക്ക് സുഖമില്ലായിരുന്നു, അതുകൊണ്ടാണ് വരാഞ്ഞത്. എന്താ വിശേഷം വല്ലതുമുണ്ടോ? അല്ല, അതല്ല, ചെറിയൊരു പനി. അതുകൊണ്ടാണോ ഇത്ര ദിവസം ഇങ്ങോട്ട് വരാത്തത്? ആ തിരുമേനി, ഇപ്പോഴത്തെ പനിയല്ലേ, അത് മാറാൻ കുറച്ച് സമയമെടുക്കും, അതുകൊണ്ടാ. എന്തായാലും മോളുടെ മുത്തശ്ശൻ ഇങ്ങോട്ട് വരാറുണ്ട്, മുത്തശ്ശിയായിട്ട്. മോൾക്ക് വേണ്ടിയുള്ള വഴിപാടുകളൊക്കെ മുത്തശ്ശൻ കഴിക്കുന്നുണ്ട്. മൂർത്തി സാറ് അത്ര വേഗമൊന്നും ഒരാളെ ഇത്ര നല്ലതാണെന്നൊന്നും പറയാറില്ല. മോളെ ഒരുപാട് ഇഷ്ടാ മൂർത്തി സാറിന്, എപ്പോഴും മോളെക്കുറിച്ച് പറയാറുണ്ട് എന്നൊക്കെ തിരുമേനി പറയുന്നു. ഈ സമയത്ത് തന്നെയായിരിക്കും ദേവിയാനിയും ജലജയും കാറിലിരുന്ന് ഇവരെ കാണുന്നത്. കനകയാണെങ്കിൽ നയനയെ പിടിച്ചോണ്ടായിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക. ഇത് കണ്ട് ജലജ ദേവിയാനിയെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഏട്ടത്തി, നമ്മൾ കാണരുതെന്ന് ആഗ്രഹിച്ച അവളാ ഇപ്പം നമ്മുടെ മുൻപിൽ നിൽക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് ദേവിയാനിക്ക് കാണിച്ചു കൊടുക്കാണ്. അവളെ എന്തിനാ ഇങ്ങനെ പിടിച്ചിരിക്കുന്നേ? അവൾക്ക് വല്ല അസുഖം കാണോ? ഏട്ടത്തി, ചിലപ്പോൾ അവൾക്ക് വിശേഷം വല്ലതും ഉണ്ടായിരിക്കോ? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആദർശായിരിക്കില്ല കുട്ടിയുടെ അച്ഛൻ. ജലജെ, അമ്പലമുറ്റത്ത് വെച്ച് നീ എന്തൊക്കെയാ പറയുന്നേ? നിന്റെ വായൊന്ന് അടക്കി വെക്കുന്നുണ്ടോ എന്ന് ദേവിയാനി പറയാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നീ ഇറങ്ങ് എന്തായാലും പറഞ്ഞ് ജലജയെ ഇറക്കാണ്. അങ്ങനെ പതിയെ ദേവിയാനിയും പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. കനക ദേവിയാനിയെയും ജലജയെയും കാണുന്നുണ്ട്. മോളുടെ അമ്മായിമ്മ ഏതാ വരുന്നു എന്ന് പറയുമ്പോൾ നയന അപ്പം തന്നെ അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ എന്നെ പിടിക്കണ്ട, ഇനി എന്നെ താങ്ങി നടക്കുന്ന കാണുമ്പോൾ അമ്മയ്ക്ക് സംശയം തോന്നും എന്ന്. അങ്ങനെ എടുത്തോട്ട് ചെല്ലുന്ന സമയത്ത് നയന സംസാരിക്കാനൊന്നും നിൽക്കുന്നില്ല. ദേവിയാനിയാണെങ്കിൽ നയനയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ ചിരിച്ചുകൊണ്ട് കനക അങ്ങനെ പോവാൻ നേരത്ത് ദേവിയാനി ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇവളിങ്ങനെ താങ്ങി പിടിച്ച് നടക്കുന്നേ? ഇവൾക്ക് വല്ല അസുഖമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, മോൾക്ക് ചെറിയൊരു പനി, അതുകൊണ്ടാ.
നല്ല തളർച്ചയുണ്ട്. പിന്നെ ആദർശമോനും വീട്ടിൽ നിന്ന് എല്ലാവരും മല ചവിട്ടാൻ പോയതല്ലേ, അതുകൊണ്ട് മോള് അമ്പലത്തിലോട്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങിയതാ. അല്ല, ഇവൾക്ക് വല്ല ഛർദിയോ തലകറക്കോ വല്ലതും ഉണ്ടോ എന്ന് ജലജ ചോദിക്കുകയാണ്. അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇനി അങ്ങനെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറെ നാളായില്ലേ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നു, അപ്പൊ ചിലപ്പോൾ ഛർദിയും തലകറക്കവും ഒക്കെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ കനകയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ഇതേ അമ്പല, അതുകൊണ്ട് ഇതിനുള്ള മറുപടി ഞാൻ നിനക്ക് തരുന്നില്ല. അങ്ങനെ കനക നയനയോട് പറയുന്നുണ്ട്, മോളെ നമുക്ക് പോവായെന്നും പറഞ്ഞ് നയനയെ കൊണ്ടുപോവാണ്. ഏട്ടത്തി, അവൾക്ക് നല്ല അവശതയുണ്ട്. എനിക്കെന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. അതുമാത്രല്ല, ആദർശ് എപ്പോഴും അവളെയായിട്ട് ഹോസ്പിറ്റലിലോട്ടൊക്കെ പോകുന്നത് നമ്മൾ കണ്ടതല്ലേ. അപ്പൊ പിന്നെ എന്തോ ഇതിനുള്ളിലുണ്ട്. നമുക്കെന്തായാലും തൊഴ എന്നും പറഞ്ഞ് ദേവയാനി ജലജയെ കൂട്ടി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അനാമിക ദേഷ്യത്തോടു കൂടി ഇരിക്കുമായിരിക്കും. അങ്ങനെ ദേഷ്യത്തിലിരിക്കുന്ന സമയത്ത് ആലോചിക്കുന്നത് നന്ദു തല്ലിയതൊക്കെ ആയിരിക്കും. ഈ സമയത്ത് അമ്മ വന്ന് ചോദിക്കുന്നുണ്ട്, മോളെ അനിയെ വിളിച്ചിരുന്നോ? മോള് വിളിച്ചില്ലെങ്കിൽ അവരൊക്കെ എന്താ കരുതാ? എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും മോള് വിളിച്ച് ചോദിക്ക് എവിടെ എത്തിയെന്ന്. അമ്മയ്ക്കെന്താ, എനിക്കൊന്നും വയ്യ അവനെ വിളിച്ച് ചോദിക്കാൻ. അവന് ഞാൻ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടായിരിക്കും മല ചവിട്ടുന്നുണ്ടായിരിക്കുക. അങ്ങനെയുള്ളവനെ ഞാൻ എന്തിനാ വിളിക്കുന്നേ? വേണമെങ്കിൽ അഭിയേട്ടനെ വിളിക്കാം. എന്നാ മോളെ അഭിക്ക് വിളിക്ക്. അങ്ങനെ അനാമിക അഭിയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ തമിഴിലായിരിക്കും എന്തൊക്കെയോ പറയുന്നത്. ഇതിപ്പോ തമിഴ്നാട്ടിലോട്ടൊന്നല്ലല്ലോ ഇവര് പോയിരിക്കുന്നേ, പിന്നെ എന്താ ഫോണിൽ വിളിക്കുമ്പോൾ തമിഴ് പറയുന്നേ എന്നൊക്കെ അനാമിക ചോദിക്കുകയാണ്. മോളെ, ഈ സമയത്ത് എന്തൊക്കെ ദേഷ്യം ഉണ്ടെങ്കിലും മോള് വിളിക്കണം. ഇനി മൂർത്തി സാറ് ചോദിക്കുക തിരിച്ചു വരുമ്പോൾ അനിയോട് അവള് വിളിച്ചിരുന്നോ എന്നാ. അപ്പൊ പിന്നെ മോള് വിളിച്ചില്ല എന്നറിഞ്ഞാ അത് വലിയ ദേഷ്യമായിരിക്കും മോളെ. എന്റെ മനസ്സിലെ പ്ലാന് ഇപ്പൊ അതൊന്നുമല്ല. അനന്തപുരിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ന്യൂസും സോഷ്യൽ മീഡിയ ഒക്കെ ഏറ്റെടുക്കും. അവിടെ നടന്ന കല്യാണങ്ങളും പിന്നെ നയന കുറെ ഡിസൈൻസ് ഒക്കെ വരച്ചല്ലോ, അതൊക്കെ ന്യൂസിലൂടെ നമ്മൾ കണ്ടതല്ലേ. ഇനി അവിടുത്തെ ഒരു മരുമകൾക്ക് ആ കുടുംബത്തില് ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിയുമ്പോൾ അതും സോഷ്യൽ മീഡിയ ഏറ്റെടുക്കും. അപ്പൊ പിന്നെ നമ്മൾ പറയുന്ന പൈസ അവര് തരേണ്ടി വരില്ലേ. ഇനിയിപ്പോ അതായിരിക്കും നല്ല കാര്യമെന്നാ എനിക്ക് തോന്നുന്നേ എന്ന് അനാമിക അമ്മയോട് പറയുന്നുണ്ട്. മോളെ, അതൊക്കെ പിന്നത്തെ കാര്യ. ഇപ്പൊ എന്തായാലും മോള് ചെയ്യേണ്ടതേ അനിയുടെ മനസ്സിൽ കയറിക്കൂടാനാ. അനിക്കൊരു കുഞ്ഞു കൂടെ ആയിക്കഴിഞ്ഞാ അനി നമ്മൾ പറയുന്ന പോലെയൊക്കെ കേൾക്കും മോളെ. പിന്നെ അവന്റെ കുഞ്ഞ് എന്തായാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് അനാമിക അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് മലയ്ക്ക് പോയവരെ ആയിരിക്കും, നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ സമയത്ത് നയന ആദർശിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഫോൺ എടുത്ത് നയനയോട് ആദർശ് സംസാരിക്കുന്നു. ആദർശേട്ടാ, എവിടെ എത്തി? ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഉച്ചയാവുമ്പോഴേക്കും ഞങ്ങൾ ദർശനം കഴിഞ്ഞ് ഇറങ്ങുമെന്ന് ആദർശ് പറയുന്നുണ്ട്. ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്കാർക്കും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുഴപ്പമുള്ളത് അഭിക്ക. അഭി അവിടെ ഒരു അമ്പലത്തിലിരിക്കുക. അവന് നടക്കാൻ വയ്യാന്ന് പറഞ്ഞപ്പോൾ ആ അമ്പലത്തിലിരുത്തി. പിന്നെ നീ തിരിച്ചു പോകുമ്പോൾ അവനെ കൂട്ടി പോകണം. അവൻ ചെയ്ത തെറ്റിന് അവൻ അമ്പലത്തിലിരുന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് ആദർശ് പറയുന്നുണ്ട്. ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയിരുന്നു. അവിടുന്ന് ഞാനൊരാളെ കണ്ടു. ആരെ കണ്ട്? അമ്മയെ. കുറേ നാളായില്ലേ ഞാൻ അമ്മയെ കണ്ടിട്ട്. ഇന്ന് ഞാൻ അമ്മയെ കണ്ടു. ആണോ? അമ്മ അമ്പലത്തിലോട്ടൊക്കെ വന്നോ? അമ്മയോട് പുറത്തോട്ടൊക്കെ നടക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞങ്ങൾ മലയ്ക്ക് പോയി ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വരാനായിട്ട് അമ്മ പ്രാർത്ഥിക്കാൻ വന്നതായിരിക്കും. അമ്മയുടെ കൂടെ അപ്പച്ചിയും ഉണ്ടായിരുന്നു. എന്തായാലും അമ്മയെ കാണാൻ പറ്റിയല്ലോ. ആദർശേട്ടാ, ദർശനം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് വിളിക്കണേ എന്നും പറഞ്ഞ് നയന ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചോദിക്കുന്നുണ്ട്, നയന മോളാണല്ലേ എന്ന് അച്ഛൻ. ആ അച്ഛാ, നയനയാ. അവള് പറയായിരുന്നു അമ്മ അമ്പലത്തിലുണ്ടായിരുന്നു എന്ന്. രണ്ടുപേരും കണ്ടു എന്നാ പറഞ്ഞേ. എനിക്കറിയായിരുന്നു ഇന്ന് ദേവയാനി അമ്പലത്തിലോട്ട് പോവുമെന്ന്. അവള് നമ്മളിങ്ങനെ പോയത് കാരണം ആകെ ടെൻഷനില്ല. നടന്നല്ലേ നമ്മൾ പോകുന്നത്. മോനെ അനി, അനാമിക മോള് മോനെ വിളിച്ചില്ലേ? അവൾ എന്നെ ഒന്നും വിളിച്ചിട്ടില്ല. അവൾക്ക് അവളുടെ കാര്യം മാത്രമേ ഉള്ളൂ. അവളൊരു സ്വാർത്ഥയായ പെൺകുട്ടിയാ എൻ്റെ തലയിൽ കെട്ടിവെച്ചത് നിങ്ങളെല്ലാവരും ചേർന്ന്. അനി, ഞങ്ങളാണോ അവളെ കണ്ടുപിടിച്ചത്? നീ തന്നെയല്ലേ അവളെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നത്. നീയും അവളും തമ്മിൽ ഇഷ്ടത്തിലാണെന്നാ ഞങ്ങൾ കരുതിയത്. അതുകൊണ്ടല്ലേ ഈ തീരുമാനം എടുത്ത്? ആയിരുന്നു. പക്ഷേ കല്യാണത്തിന്റെ തലേ ദിവസം ഞാൻ ആദർശേട്ടനോട് പറഞ്ഞതല്ലേ ഈ ബന്ധം മുന്നോട്ട് പോവില്ല എന്ന്. മോനെ, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അനി, നവ്യയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? ഇപ്പൊ നവ്യ മാറിയില്ലേ? അതുപോലെ അനാമികയുടെ സ്വഭാവം മാറും. നീ എന്തായാലും അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട എന്നും പറഞ്ഞ് വീണ്ടും നടക്കാൻ തുടങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് അനാമിക നവ്യയെ കാത്ത് അമ്പലത്തിന് വെളിയിൽ നിൽക്കുമായിരിക്കും. നവ്യ എങ്ങനെ തൊഴുത് അനാമികയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. നീ അമ്പലത്തിലോട്ട് കയറിയതേ ഞാൻ നോക്കി നിൽക്കുമായിരുന്നു നിന്നെ ഒന്ന് കാണാനായിട്ട്. ഞാന് ആ വീട് വിട്ട് ഇറങ്ങിയാല് നിനക്കൊരുപാട് സന്തോഷമായിരിക്കും. അതെ, എനിക്കൊരുപാട് സന്തോഷാ. നിനക്കിപ്പോൾ എന്താ വേണ്ടേ? നീ അങ്ങനെ സന്തോഷിക്കണ്ട. നീയേ എൻ്റെ അനിയത്തിയെ എൻ്റെ വീട്ടിൽ പോയി തള്ളിയിട്ടൊക്കെ ഞാൻ അറിഞ്ഞു. എന്ത് ധൈര്യത്തിലാ നീ അതൊക്കെ ചെയ്തത്?
നിന്റെ വീടോ? അത് ആദർശേട്ടനെ നിങ്ങൾക്ക് വാടകയ്ക്ക് എടുത്തു തന്ന വീടാ, അല്ലാതെ നിങ്ങളുടെ വീടൊന്നുമല്ല. എല്ലാവരെയും പറ്റിച്ച് പണവും സ്വത്തുക്കളും കൈയെടുക്കലല്ലേ നിങ്ങളുടെ വീട്ടുകാരുടെ പണി. അതെനിക്ക് എപ്പോഴേ മനസ്സിലായ കാര്യ. ആണെങ്കിൽ നന്നായി. നയനയ്ക്ക് വേണ്ടിയിട്ടാ ആദർശേട്ടൻ അതൊക്കെ ചെയ്യുന്നത്. നയനയ്ക്ക് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യുന്നുണ്ട്. നിനക്ക് വേണ്ടിയിട്ട് അഭി എന്തെങ്കിലും ഇതുവരെ ചെയ്തു തന്നിട്ടുണ്ടോ? അതിന്റെ കാരണം എന്താന്ന് നിനക്കറിയാലോ. ആദർശേട്ടനെ അനിയൻ പോലെയല്ല അഭി, അത് നീ മനസ്സിലാക്ക്. നിനക്ക് ഇപ്പോഴെങ്കിലും അനിയെ സ്നേഹിച്ചു തുടങ്ങിയാൽ നല്ലൊരു ജീവിതം കിട്ടും. അതെനിക്ക് നീ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അവൻ്റെ ഔദാര്യമൊന്നും എനിക്ക് ആവശ്യമില്ല. അവൻ ഇപ്പോഴും നന്ദുവിനെ മനസ്സിലിട്ട് നടക്കുക. എൻ്റെ അച്ഛനും അമ്മയും എന്നെ നല്ല പോലെ നോക്കും. ഇനി അനന്തപുരി വിട്ട് എൻ്റെ വീട്ടിൽ വന്ന് നിന്നാലും എന്നെ നോക്കാനുള്ള കഴിവൊക്കെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ട്. നിന്റെ വീട്ടുകാരെ പോലെയൊന്നുമല്ല. അരക്കുപ്പിന് ഗതിയില്ലാത്തവരല്ലേ നിന്റെ വീട്ടുകാർ. ഓ, അതുകൊണ്ടായിരിക്കും വല്യമ്മ തന്ന സ്വർണം നിന്റെ അമ്മയുടെ കയ്യിൽ വിൽക്കാനായിട്ട് കൊടുത്തയച്ചത് എന്ന് നവ്യ ചോദിക്കുമ്പോൾ ഒരു ഞെട്ടലോടുകൂടി അനാമിക നിൽക്കുന്നുണ്ട്.